അനൂപ്, നിന്നെ എനിക്കിഷ്ടമാണ്. സാധാരണ ആളുകൾ പറയും പോലെ ജീവിതകാലം മുഴുവൻ കെട്ടിക്കൂടെ പൊറുക്കാനും നിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പോറ്റാനുള്ള ഇഷ്ടമല്ല. നിനക്കൊപ്പം ഏതാനും ചില മണിക്കൂറുകൾ ചിലവഴിക്കാനുള്ള ഇഷ്ടം. ഒന്നുകൂടി വ്യക്തമായി പച്ചയ്ക്ക് പറഞ്ഞാൽ, ഏതൊരു പെണ്ണ് മോഹിക്കുന്ന നിന്റെ ഈ ശരീരം അറിയാനുള്ള കൊതി. അതാണെനിക്ക് നിന്നോടുള്ള ഇഷ്ടം. നിനക്കും അതുപോലെയുള്ളൊരു താല്പര്യം എന്നോട്, അതായത് എൻ്റെ ശരീരത്തിനോട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കയ്യിലല്ലേ, അതിൽ വിളിച്ച് പറഞ്ഞാൽ മതി. നീ വരേണ്ട സമയവും സ്ഥലവും ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ ശരി, എന്നാൽ വീണ്ടും കാണാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ ഞാൻ പോവാണ്. നിലീന യാത്ര പറഞ്ഞു പോയിട്ടും അവൾ അവശേഷിപ്പിച്ച ഞെട്ടലിൽ നിന്നും മുക്തനാവാൻ സമയമെടുത്തു അനൂപ്. എന്താണ് മോനെ അനൂപേ, ഇവിടെ ഒരു ചിരിയും കളിയല്ല. ഞങ്ങളും കാണുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ടുള്ള ഈ കണ്ണിൽ കണ്ണിൽ നോട്ടം. കൂട്ടുകാർ വന്ന് പൊതിഞ്ഞു പിടിച്ച് കളിയാക്കിയതും അവരോടൊന്ന് ചിരിച്ച് യാത്ര പറഞ്ഞ് തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓഫീസിന് പുറത്തേക്ക് കുതിച്ചു അനൂപ്. ഉള്ളിലെ കനൽ കെടാതെ തന്നെ ഗേറ്റ് കടന്ന് റോഡിലെത്തിയതും കണ്ടു കൂടെയുള്ളവരോട് എന്തോ പറഞ്ഞ് ചിരിച്ച് നടന്നു നീങ്ങുന്ന നിലീനയെ. ആരും കണ്ടാൽ മോഹിക്കുകയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അത്രമേൽ സുന്ദരിയാണ് നിലീന. കടഞ്ഞെടുത്ത ഉടലഴകും സർപ്പ സൗന്ദര്യവുമുള്ളൊരു പെണ്ണ്, അതാണ് നിലീന. 6 മാസം മുമ്പാണ് നിലീന അനൂപ് വർക്ക് ചെയ്യുന്ന ഈ IT സ്ഥാപനത്തിലേക്ക് എത്തിയത്. അവളുടെ സൗന്ദര്യം അവിടെയുള്ള പലരെയും ആകർഷിച്ചതുപോലെ അനൂപിനെയും ആകർഷിച്ചിരുന്നു. ഇന്നേ വരെ ഒരു പെൺകുട്ടിയോടും തോന്നാത്തൊരു ഇഷ്ടവും ആകർഷണവുമെല്ലാം ആദ്യം കണ്ട നാൾ മുതൽ നിലീനയോട് അനൂപിന് തോന്നിയിട്ടുണ്ട്. അനൂപ് അവിടുത്തെ പല സുന്ദരിമാരുടെയും സ്വപ്ന നായകനാണ്. അവൻ്റെ മുഖഭംഗിയും ശരീര സൗന്ദര്യവും അവരുടെ എല്ലാം ഉറക്കം കെടുത്തിയിരുന്നുവെങ്കിൽ അവന് പക്ഷേ അവരെല്ലാം സഹപ്രവർത്തകർ മാത്രമാണ്. അധികമായ അടുപ്പവുമില്ല, എന്നാലൊട്ട് അകലവുമില്ല എന്ന ലൈനാണ്. താൻ നിലീനയെ നോക്കുന്നത് പോലെ അവൾ തന്നെയും നോക്കുന്നുണ്ട് എന്നത് അനൂപിനും പ്രതീക്ഷയേറെ നൽകിയിരുന്നു. അവളുടെ ഇഷ്ടം തൻ്റെ ശരീരത്തിനോടാണെന്നത് അനൂപിന് സമ്മാനിച്ചത് വല്ലാത്തൊരു ഞെട്ടലാണ്. അവളിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു പുരുഷന്റെ സ്നേഹത്തിനും പ്രണയത്തിനും പുല്ലുവില കൊടുത്തവൻ്റെ ശരീരം മാത്രമായ ഒരുവൾ പ്രണയിക്കുക, എന്നിട്ട് അവനോട് എനിക്ക് നിന്റെ ശരീരത്തിനോട് താല്പര്യമുണ്ടെന്ന് നേരിട്ട് വന്ന് പറയുക. ഇതൊന്നും ചിന്തിക്കാൻ പോലും സാധിച്ചിരുന്നില്ല അവന്. പക്ഷേ സംഭവിച്ചത് അതാണ്. ദിവസങ്ങൾ 1, 2 കടന്നുപോയെങ്കിലും നിലീനയ്ക്കൊരു മറുപടി നൽകിയില്ല അനൂപ്. അവൾ ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെ ശരീരം മാത്രമായി അവൾക്ക് നൽകാൻ അനൂപിന് സാധിച്ചിരുന്നില്ല. അവൻ അവളെ പ്രണയിച്ചത് വെറുമൊരു ശരീരമായിട്ടല്ല. എന്താണ് അനൂപ്, ഞാൻ പറഞ്ഞതിനൊരു മറുപടി താൻ ഇത്രയും ദിവസമായിട്ട് തന്നില്ലല്ലോ. ഒരു ദിവസം രാവിലെ ഓഫീസിൽ അനൂപ് വന്നിറങ്ങിയതും നിലീന അവൻ അരികിലായി വന്ന് തിരക്കി. തൻ്റെ ഒരു യെസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അനൂപിനെ നോക്കിയൊരു കണ്ണിറുക്കോടെ നിലീന പറഞ്ഞതും അവളെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു അനൂപ്. നോക്കി നിൽക്കും തോറും ഭംഗിയേറുന്നൊരു പെണ്ണ് ഉള്ളിലോർത്തു അനൂപ്. ഞാനപ്പോൾ എവിടെയാണ് നിലീന വരേണ്ടത്? ഒട്ടും പ്രതീക്ഷിക്കാതെ യാതൊരു മുഖവരെയില്ലാതെ അനൂപ് നിലീനയോട് തിരക്കിയതും കേട്ടത് വ്യക്തമാവാത്തതുപോലെ നോക്കി നിലീന. നീ ഇഷ്ടപ്പെടുന്ന എൻ്റെ ശരീരം നിനക്കായി തരാനായി ഞാൻ എവിടെയാണ് നിലീന വരേണ്ടത്? പകപ്പോടെ തന്നെ നോക്കുന്നവളെ പതറാതെ നോക്കിയവൻ ചോദിച്ചതും ഒന്ന് ചിരിച്ചവനെ നോക്കി നിലീന. 2 ദിവസങ്ങൾക്ക് ശേഷം നിലീന ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് ചെന്ന് കയറുമ്പോൾ ഉള്ളിലെ വെപ്രാളവും പതർച്ചയും മറയ്ക്കാൻ പാടുപെട്ടു അനൂപ്. ഇന്നേ വരെ ഒരു പെണ്ണിൻ്റെയും ശരീരം തെറ്റായ രീതിയിൽ നോക്കുക പോലും ചെയ്തിട്ടില്ലാത്ത താനാണ് ഒരുവളെ ശരീരം കൊണ്ട് ആദ്യമായി നേടാൻ പോകുന്നത് എന്ന ചിന്ത അവനെ വല്ലാതെ വെപ്രാളപ്പെടുത്തുന്നുണ്ട്. തനിക്കുള്ള അതേ വെപ്രാളം തനിക്ക് മുന്നിലുള്ളവൾക്കും ഉണ്ടെന്ന് കണ്ടതും കൗതുകത്തോടെ അവളെ നോക്കി അനൂപ്. താനും ഇത് ഫസ്റ്റ് ടൈമാണല്ലേ? തൻ്റെ സംസാരവും ചോദ്യം കേട്ടപ്പോൾ ഞാൻ കരുതിയത് തനിക്കിത് സ്ഥിര ഏർപ്പാടാണെന്നാണ്. നിലീനയോട് അവൻ തിരക്കുന്നേരം അവനെ നോക്കാതെ ഒന്ന് മൂളി അവൾ. ഒപ്പം അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തൊരു ഭാവവും തെളിഞ്ഞവളിൽ. അതവനും മനസ്സിലായി. എങ്കിലും അത് ശ്രദ്ധിക്കാതെ അവൻ തൻ്റെ ഷർട്ട് ഊരാൻ തുടങ്ങിയതും വേഗത്തിൽ അവന് മുന്നിൽ നിന്ന് തിരിഞ്ഞു നിന്നു നിലീന. എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്കിഷ്ടവും പ്രണയവും എൻ്റെ ശരീരത്തിനോടാണെന്ന് പറഞ്ഞ തന്നിൽ നിന്ന് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല നിലീന. ഞാൻ കരുതിയത് താൻ ഇതൊക്കെ ആസ്വദിക്കുമെന്നാണ്. അനൂപ് ശരീരത്തിൽ നിന്ന് ഷർട്ട് ഊരി മാറ്റിയതും അവനെ നോക്കാതെ തിരിഞ്ഞു നിന്ന നിലീനയോട് അവൻ ചെറിയൊരു കളിയാക്കലോടെ പറഞ്ഞതും വിളറി ചിരിച്ചവൾ. അവളുടെ മുഖത്തേക്കും അവളിൽ തെളിഞ്ഞ ഭാവത്തിലേക്കും നോക്കി നിന്നൊരു നിമിഷം അവൻ. നിലീന, ഞാനൊരു പെണ്ണിനെ ആദ്യമായി അറിയുമ്പോൾ അവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി വേണമെന്നൊരു മോഹം എന്നോ എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ തന്നെ കയറി കൂടിയിട്ട് കാലമേറെയായി. നിനക്കതിൽ വിശ്വാസമില്ല എന്നറിയാം, എന്നാലും എൻ്റെ ഒരു ആഗ്രഹം അല്ലേ എന്ന് കരുതി താൻ സമ്മതിക്കണം. പിന്നീട് താൻ ഇത് ഊരിക്കളഞ്ഞോളൂ.
എന്നാലും കുഴപ്പമില്ല. കയ്യിലെടുത്തു പിടിച്ച ചെറിയൊരു ആലില താലി നിലീനയുടെ കഴുത്തോരം നീട്ടിപ്പിടിച്ച് അനൂപ് ചോദിച്ചതും ഒരു പൊട്ടിക്കരച്ചിലോട് അവൻ്റെ മാറിലേക്ക് വീണു നിലീന. വസ്ത്രം മാറുന്നതിനേക്കാൾ എളുപ്പത്തിൽ സ്ത്രീകളെ മാറി മാറി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരച്ഛൻ്റെ മകളാണ് ഞാൻ. കണ്ടു വളർന്ന ജീവിതങ്ങളേറെയും ശരീരം കൊണ്ട് മാത്രം സ്നേഹിച്ചിരുന്നവരുടേതാണ്. അനൂപിനെ എനിക്കിഷ്ടമാണ്, എന്നെക്കാൾ അധികം. അനൂപിന് എന്നോടുള്ളത് എൻ്റെ ശരീരത്തോട് മാത്രമുള്ള ഇഷ്ടമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞത്. തൻ്റെ നെഞ്ചൊട്ടി ചേർന്നൊരുത്തി കണ്ണീരോടെ പറയുന്നത് കേട്ടതും ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയിലായി അനൂപ്. ഈ താലി ഞാൻ എല്ലാവരും കാണെ ഈ കഴുത്തിൽ കെട്ടി സ്വന്താക്കിക്കോട്ടെ പെണ്ണെ, എൻ്റേത് മാത്രമായി. നിനക്കപ്പുറം മറ്റൊരുവളില്ല എൻ്റെ ജീവിതത്തിലെന്ന് വാക്ക് തരാൻ ഞാൻ നിനക്ക്. എൻ്റെ മരണം കൊണ്ട് മാത്രം മായുന്നൊരു വാക്ക്. തന്നിൽ വീണുകിടക്കുന്നവളെ തന്നിൽ കൂടുതൽ ചേർത്തമർത്തി അനൂപ് ഒരു വാക്ക് അവൾക്ക് നൽകിയതും അവനെന്ന പുരുഷൻ്റെ മാത്രം പെണ്ണാകുവാനുള്ള തയ്യാറെടുപ്പ് നിലീനയും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനി അവർ പ്രണയിക്കട്ടെ, പ്രണയത്തിൻ്റെ വസന്തങ്ങൾ തീർക്കട്ടെ, ശരീരങ്ങൾ കൊണ്ടല്ലാതെ പ്രണയിക്കാമെന്ന് തെളിയിക്കട്ടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.